നിരവധി ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒന്നാണ് ഈശോയുടെ തിരുശരീരം പൊതിഞ്ഞു എന്ന് ക്രൈസ്തവർ പരമ്പരാഗതമായി വിശ്വസിക്കുന്ന ടൂറിൻ തിരുക്കച്ച. 1978 മുതൽ 33 ശാസ്ത്രജ്ഞരുടെ ഒരു വിദഗ്ധ സംഘം ഈ കച്ചയെക്കുറിച്ച് നീണ്ട 28 വർഷം പഠനം നടത്തി. ശാസ്ത്ര സംഘത്തിന്റെ പഠനത്തെ തുടർന്ന് പ്രസ്തുത കച്ച 2000 വർഷം പഴക്കമുള്ളതാണെന്നും ക്രൂശിതനായി മരിച്ച യേശുക്രിസ്തുവിന്റേതാണെന്നും കണ്ടെത്തി. ടൂറിൻ കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രസ്തുത തിരുക്കച്ചയുടെ നേർപകർപ്പാണ് ഇപ്പോൾ വയനാട് അമ്പലവയൽ സെന്റ് മാർട്ടിൻ ഡി പോറസ് ദേവാലയത്തിൽ പൊതുദർശനത്തിനും വണക്കത്തിനുമായി എത്തിച്ചിരിക്കുന്നത്. സീറോ മലബാർ സഭയുടെ മുൻ അധ്യക്ഷൻ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി, MCBS സന്യാസ സഭയിലെ ഫാദർ ജോസഫ് പെരുങ്ങാരപ്പള്ളിയിൽ MCBSന് ഒപ്പിട്ട് കത്ത് കൊടുത്തതിനാലാണ് ഇറ്റലിയിലെ ടൂറിൻ കത്തീഡ്രലിൽ നിന്നും ടൂറിൻ തിരുക്കച്ചയുടെ നേർപകർപ്പ് ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചത്. ഫാദർ ജോസഫ് പെരുങ്ങാരപ്പള്ളിയിലുമായി അടുപ്പമുണ്ടായിരുന്ന അമ്പലവയൽ സെന്റ് മാർട്ടിൻ ഡി പോറസ് ഇടവക അംഗം അജി തോമസ് വഴിയാണ് പ്രസ്തുത ദേവാലയത്തിൽ ടൂറിൻ തിരുക്കച്ചയുടെ നേർപകർപ്പിന്റെ പൊതുദർശനവും വണക്കവും സാധ്യമായതെന്ന് ഇടവക വികാരി ഫാദർ ചാക്കോ മേപ്പുറത്ത് ഷെക്കന ന്യൂസിനോട് വ്യക്തമാക്കി. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രൂശിതനായ ഈശോമിശിഹായുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഉപയോഗിച്ച കച്ചയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊരു ലിനൻ ക്ലോത്ത് ആയിരുന്നു. 14 അടി നീളവും 4 അടി വീതിയുമുള്ള ഈ ലിനൻ കച്ച ടൂറിൻ കച്ച എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. 1898 സെക്കുന്തോ പിയോ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ആദ്യമായി ഇതിൻ്റെ ഫോട്ടോ എടുക്കുകയും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നെഗറ്റീവ് പ്രിന്റിന് പകരം അതിൽ നിന്നും പോസിറ്റീവ് പ്രിന്റ് ലഭിച്ചു എന്നത് ശാസ്ത്രത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. അതിൻ്റെ വെളിച്ചത്തിൽ അന്നു മുതൽ ഈ ഫോട്ടോ പഠിക്കാനായിട്ട് ലോകം മുഴുവൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഈ കച്ച നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ തനി പകർപ്പാണ് ഇന്ന് അമ്പലവയൽ സെന്റ് മാർട്ടിൻ ദേവാലയത്തിൽ വെച്ചിരിക്കുന്നത്. ലോകത്തിൽ ഏതാനും തനി പകർപ്പുകൾ മാത്രമാണുള്ളത്. ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇത് ആദ്യമായിട്ടും ആണ്. ടൂറിൻ തിരുക്കച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും അതിവിടെ എത്തിക്കാനുണ്ടായ സാഹചര്യവും, എൻ്റെ മൂത്ത മകൻ MCBSലെ ഒരു വൈദിക വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടെ ഫാദർ ജോസഫ് പെരിങ്ങരപ്പള്ളി എന്ന് പറയുന്ന ഒരു ലക്ഷം പ്രായം ചെന്ന 83 വയസ്സ് പ്രായമുള്ള MCBS കോൺഗ്രിഗേഷനിലെ ഒരു അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന ഒരു സമയത്ത് ഈശോയുടെ തിരുക്കച്ച അയാളുടെ തനിപ്പകർപ്പ് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടെന്നും അദ്ദേഹം അത് 87,000 രൂപ മിലാനിൽ അടച്ചിട്ട് അത് ആലഞ്ചേരി പിതാവിന്റെ അനുമതി പത്രത്തോടുകൂടെ ഈ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നും, അതായത് കുറെ കാലം ഇവിടെ കേരളത്തിൽ തന്നെ MCBSന്റെ വിവിധ ആശ്രമങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് അത് ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി അവിടെ ആകാശപ്പറവകളുടെ ഒരു സങ്കേതത്തില് അവരുടെ ഒരു ചാപ്പലിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും എന്നോട് പറഞ്ഞു. ഇന്ത്യയിൽ ഇത് പൊതു വണക്കത്തിനും അതുപോലെ തന്നെ പൊതു ദർശനത്തിനും വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. 2024 ഡിസംബർ 30 മുതൽ 2025 ജനുവരി 15 വരെയാണ് വയനാട് അമ്പലവയൽ സെന്റ് മാർട്ടിൻ ഡി പോറസ് ദേവാലയത്തിൽ ടൂറിൻ തിരുക്കച്ചയുടെ നേർപകർപ്പിന്റെ പൊതുദർശനവും വണക്കവും ക്രമീകരിച്ചിരിക്കുന്നത്. ഷെക്കന ന്യൂസ്, വയനാട്.